ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പത്തിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ കുക്കറിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനായ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി നമുക്കത് വേവാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തൊരു എളുപ്പപ്പണി ചെയ്യാം. മുരിങ്ങക്കായും വെണ്ടയ്ക്കും ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അത് മറ്റു കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മുരിങ്ങക്കായ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കുക. മുരിങ്ങക്കായ തിളയ്ക്കുമ്പോൾ മാത്രമാണ് കേട്ടോ വെണ്ടക്കായ ഇടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വെണ്ടക്കായുടെ ഒട്ടലുണ്ടാവും കേട്ടോ കറിയിൽ. അപ്പോഴേക്കും നമ്മുടെ വിസിൽ ഇവിടെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എളുപ്പപ്പണി ചെയ്തുകൊണ്ട് രണ്ട് സൈഡത്തെയും കഷ്ണങ്ങൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. തേങ്ങയൊന്നും അരയ്ക്കാത്ത സാമ്പാറാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പുളി പറഞ്ഞിട്ടൊന്ന് തിളച്ച് വരണം. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്ത് അങ്ങനെ തിളച്ച് വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് കായം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മണത്തിന് വേണ്ടിയിട്ട് കായം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ചധികം തന്നെ സാമ്പാർ പൊടി ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കായൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. കഷ്ണങ്ങളൊക്കെ നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയ സാമ്പാറായിരുന്നു. ഇനി നമുക്ക് ഈ സാമ്പാർ നേരത്തെ വേവിച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവനായിട്ടും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം. അങ്ങനെ അതാ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വേറെ ഒന്നുമില്ല, കടുക്, ഉലുവ, 2 വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് കൂടണം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ചൂടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.